അനുഗ്രഹീത സമയം നിങ്ങളുമായി ചേർന്ന് ഒരു പ്രാവശ്യം കൂടെ ഈ വിശുദ്ധ ആരാധനയിൽ ദൈവത്തെ സ്തുതിപ്പാൻ തന്ന അവസരത്തിനായി സ്തോത്രം. I thank God for one more time God had given in my life to be with you and praise Him. കഴിഞ്ഞ 2 ദിവസങ്ങളായി നിങ്ങളിൽ പലരുടെ മുഖം കാണുവാൻ ഇടയാക്കി. And for the last 2 days I could be with you and we could spend time together. ഒരുമിച്ചായിരുന്ന സമയങ്ങൾ അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. And the time when we were together and God had given us a blessed time, and I am thanking God for that. കർത്തൃദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. And I thank God for all the pastors here. ഞാൻ വളരെ ആഗ്രഹിച്ചു ഇവിടെ ഈ പുറകിലിരിക്കുന്ന കർത്തൃദാസനെ ഒന്ന് കാണണമെന്ന്. And I had so much desire that I wanted to meet Pastor Barry Adams. ഇന്നലെ രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ എന്നിൽ ഉണ്ടായിട്ട് ഇന്ന് രാവിലെ ഞാൻ ഈ ഷേർലി സിസ്റ്ററിനോട് അത് പറയാനിടയായി. And when I was praying last night, the Holy Spirit had interceded with me and spoke to me that I have to meet Pastor Barry, and today morning I have mentioned that to Sister Shirley. അദ്ദേഹത്തിന്റെ വീട് എവിടെയാണ്, ഇവിടെ അടുത്താണോ എന്ന് ഞാൻ ചോദിച്ചു. And I asked Sister Shirley whether his house is somewhere near so that I could meet him. എന്തോ പരിശുദ്ധാത്മാവ് പ്രത്യേകമായ ഒരു തലം എന്നിൽ വെളിപ്പെടുത്തുവാനിടയായി. And the Holy Spirit had shown me a different level yesterday when I was meditating the word of God. അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന അനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നി. And Pastor Barry's prayer is a blessing for me. That is what I thought. അതുകൊണ്ട് ഈ പുറകിൽ ഇരിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. And although he's sitting in the back seat, I'm really happy that I could meet Pastor Barry today. അവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുമല്ലോ. And when you are sitting there at the back seat, please pray for me as well. ഇവിടെ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ മധ്യത്തിൽ അയച്ചിരിക്കുന്ന അനുഗ്രഹീത കർത്തൃദാസൻ മാത്യൂസ് ജോർജിനായി സ്തോത്രം ചെയ്യുന്നു. And I'm also thanking God for Pastor Matthias George who are in midst of you to do the Lord's ministry. എനിക്ക് വളരെ സന്തോഷമുണ്ട്. മാവേലിക്കര ഈസ്റ്റ് സെൻട്രലിലൊക്കെ അദ്ദേഹം പല പ്രാവശ്യം വന്നു പോകുവാനിടയായിട്ടുണ്ട്. And in the past years I could meet him whenever I was in different places. അവർ മസ്കറ്റിൽ ഒമാൻ പെന്തക്കോസ്റ്റ് അസംബ്ലിയിലായിരുന്ന സമയങ്ങൾ ഞാൻ ഓർക്കുന്നു. And when Pastor Matthias was in Muscat, that time I could meet him. എനിക്ക് എന്തോ ഒരു വീണ് കെട്ടിയ ഒരു നിധി പോലെയാണ് ഇപ്പോൾ കർത്തൃദാസനെ കണ്ടപ്പോൾ. And when I met him, I felt that I have got some treasure accidentally. ആ കുടുംബത്തോട് ചേർന്ന് ആയിരിക്കാൻ ദൈവം ഇടയാക്കുന്ന ഒരു സ്തോത്രം. And I thank God for the time I could be with the family. ഞാൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയത് ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ് താൻ ഇവിടെ നിൽക്കുന്നത്. And when I prayed for Pastor Matthews, I felt that it was God's appointment that Pastor Matthew is here with you. ഒരിടത്തും പിടികൊടുക്കാതെ പോകുമ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തം തന്റെ മുമ്പിൽ കൂടി ഓടുകയായിരുന്നു. And when he was in the past years, he didn't want to do any Lord's ministry, for the church ministry, but the Lord had some appointing for him. അതിനുള്ള അവസരങ്ങളൊക്കെ ദൈവം തമ്പുരാൻ ഒരുക്കി വന്നു. 4 വശവും അടച്ചു കൊണ്ടുവന്നിട്ട് തനിക്ക് വേണ്ടി ദൈവം ഇങ്ങനെയൊരു വിശാലമായ ശുശ്രൂഷയുടെ വേദി തുറന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And when the Lord's time came, God had closed all his ways so that he could be here and do the Lord's ministry. ഞാൻ അങ്ങനെ പറയാൻ കാരണം സമയമില്ലെങ്കിലും ദൈവത്തിന്റെ പദ്ധതിയിലാണ് താൻ ഇവിടെ നിൽക്കുന്നത്. And why I am saying this, although I don't have time in front of me, you should think that the Pastor Matthew is here because of Lord's appointment. അത് ഈ സഭയ്ക്ക് മാത്രമല്ല UK പട്ടണത്തിനു കൂടെ താൻ ഒരു അനുഗ്രഹമായി തീരാൻ പോകുകയാണ്. Although he is in this church ministry, but his presence will be a blessing for this church as well as for this country. കുടുംബമായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. May the Lord bless the family. മറ്റെല്ലാ ദൈവത്തിന്റെ ദാസന്മാരെയും ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. ദൈവമക്കളെയും കർത്താവ് ആശീർവദിക്കട്ടെ. And may the Lord bless all of us here, whoever is here. കഴിഞ്ഞ ദിവസം നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. And the last day we were talking about the power of the Holy Spirit. ദൈവം സർവശക്തനാണ്. Lord is almighty God. 147ന്റെ 5 നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാനിടയായി. And it's I have talked about it from Psalm 147 verse 5. അത് മോശയിലേക്ക് വിട്ടപ്പോൾ ആ ദൈവശക്തി തിരിച്ചറിയുവാൻ ഇസ്രായേലിന് കഴിഞ്ഞു. And when the Lord's power came into Moses, then the Israelites could really feel the power of the God. തന്റെ പുത്രൻ ഈ താണലോകത്തിലേക്ക് വന്നപ്പോൾ, and when the God's son had come into this world, ഈ ശക്തിയിൽ അവനെ ജനിപ്പിക്കുവാനിടയായി. and this power had come so that he could be born in this world. പരിശുദ്ധാത്മാവിൽ ജനിപ്പിച്ചു. And he was born in the Holy Spirit. പരിശുദ്ധാത്മാവ് മേല് കൊടുത്തു. And he has given the name. The Holy Spirit had given the name. അത് യേശുവിന്റെ സ്നാനത്തോടുള്ള ബന്ധത്തിലാണ്. And it was in regard to the baptism of the Lord. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും
ഒരുമിച്ച് വന്ന ഒരു സ്ഥലമാണ് യേശുവിൻ്റെ സ്നാനം. And we know that at the place where the baptism had happened, that is the place where the Father, Son and the Holy Spirit came together. പിന്നെ ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവിൽ യേശുവിനെ നിറച്ചു. And we know that after that the Lord had filled the Lord, Jesus was filled with the Holy Spirit. ലൂക്കോസ് 4:14 വെച്ച് ഞാൻ പറഞ്ഞു ദൈവാത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അവനെ പറഞ്ഞയച്ചു ഗലീലയിലേക്ക്. And afterwards we have seen that the Jesus was filled with the Holy Spirit, and with that power he went into Galilee. പുത്രൻ ഈ താണലോകത്തിൽ മനുഷ്യനായി വന്നപ്പോൾ ഇത്രയും ദൈവസാന്നിധ്യം പിതാവായ ദൈവം പുത്രന് വേണ്ടി ഒരുക്കിയെങ്കിൽ, And when the Jesus had come to this earth and the God had arranged this much Holy Spirit and this much circumstances for his ministry. അപ്പോസ്തലപ്രവൃത്തി 10:30-38 ഇങ്ങനെ പറഞ്ഞു, നസ്രയനായ യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോട് കൂടെ ഇരുന്ന് നന്മ ചെയ്തും ഭൂതങ്ങൾ വാദിച്ചവരെ പുറത്താക്കിയതുമായ വിവരം നിങ്ങൾ അറിയാതെ പോകരുത്. And in Acts chapter 10 verse 38 we have seen that the God had filled the Lord with the Holy Spirit, and he could do so many miraculous work in the name of the God, and you should know about it. അതിന്റെ അർത്ഥം നിങ്ങൾ ഈ രാജ്യക്കാരല്ല. And that means that you are not from this world. പുത്രനിൽ ഇത്രയും ദൈവത്വം തന്നെ വെളിപ്പെടുത്തിയെങ്കിൽ, And if the God had revealed this much mightiness in the Jesus, നിങ്ങളും ദൈവരാജ്യത്തിന്റെ അവകാശികളാണ്. and we are also the heirs of the kingdom of God. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വന്ന് മൗനമായിരിക്കാനുള്ളവരല്ല. So we shouldn't be keeping quiet. യേശു ചെയ്ത ശുശ്രൂഷകൾ നമ്മളിൽ കൂടെ വെളിപ്പെടണം. And whatever ministries Jesus had done, it had to be manifested in us as well. അതുകൊണ്ട് നിങ്ങൾക്കും ശക്തി ആവശ്യമാണ്. So we also need the power. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, So the Paul said, നിങ്ങൾ ഉണരണം, വിശ്വാസത്തിൽ നിലനിൽക്കണം, ശക്തിപ്പെടണം. so that's why Paul said you should rise up, you have to be filled with faith, and then you have to have that mighty power. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യണം. And whatever you do in love. കാരണം എൻ്റെ മേൽ ഈ ശക്തി വന്നപ്പോൾ, Because when that power came on me, ഞാൻ മേൽക്കുമേൽ ശക്തി ഏറ്റെടുത്തുകൊണ്ടിരുന്നു. and I was getting stronger and stronger every day. ചുറ്റുമുള്ള യഹൂദ പുരുഷന്മാരുടെ വാ ഞാൻ അടച്ചു. And whenever I was there, whoever was around me, all the Jewish people, they couldn't speak. ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ, When you want to sustain in this world, യേശു തന്റെ മക്കളോട് കുറിച്ച് ആഗ്രഹിച്ച കാര്യം, and whatever Jesus wanted the children to be done, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ, and if people could do this kind of thing into a road tree, ഉണക്കമരത്തോട് എത്രയധികം, what they will do for the dried one, പച്ചമരം ക്രിസ്തു, and that the living one is the Christ, ഉണക്കമരം നമ്മൾ, and the dried ones are us. ആ വെളിപ്പാട് യേശുവിനുണ്ടായിരുന്നു. And that revelation was there for Jesus. ഒടിഞ്ഞു പോകുന്ന തകർന്നു പോകുന്ന തരിപ്പണമാകുന്ന ഒന്നാണ് ഞാനും നീയും. And me and you, we are a very very weak one, and it can be broken any time. അതുകൊണ്ട് നിങ്ങളുടെ ജഡം വെച്ചോ വിദ്യാഭ്യാസം വെച്ചോ അറിവ് വെച്ചോ പാരമ്പര്യം വെച്ചോ ഈ ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. So with your knowledge or with your wisdom, with your education or whatever you have, you cannot sustain in this kingdom. നിങ്ങൾക്ക് വളരെ എതിർപ്പുകളും വെല്ലുവിളികളും വരുമ്പോൾ നിങ്ങൾ തളർന്നു പോകും. And when there are a lot of tribulations and oppositions come against you, you can be broken. പക്ഷേ നിങ്ങളുടെ മേൽ ഉയരങ്ങളിൽ നിന്നും ആത്മാവുണ്ടെങ്കിൽ, But if you have the spirit from above, നിങ്ങൾ ഒരിടത്തും തളരത്തില്ല. and you will never become tired. കഷ്ടതയ്ക്ക് നിങ്ങളെ തകർക്കാൻ പറ്റത്തില്ല. Nothing can be broken. പ്രതികൂലങ്ങൾക്ക് നിങ്ങളെ തകർക്കാൻ No പറ്റത്തില്ല. oppositions or tribulations can break you. വാഴ്ചകൾക്ക് നിങ്ങളെ തകർക്കാൻ പറ്റത്തില്ല. No power can break you. രോഗങ്ങൾക്ക് നിങ്ങളെ തകർക്കാൻ No പറ്റത്തില്ല. sickness can break you. ഈ ശക്തി ഉണ്ടെങ്കിൽ And if you have that power, നിങ്ങൾ ഭൂതങ്ങളുടെ മുമ്പിൽ ജയമെടുക്കും. and you can be standing in front of the evil spirit, നിങ്ങൾ രോഗങ്ങളുടെ മുമ്പിൽ ജയമെടുക്കും. and you will be victorious among them നിങ്ങൾ അന്ത്യം വരെ, until the end of yours, കർത്താവിന്റെ വരവ് വരെ, until the second coming of ഈ Jesus, ഭൂമിയിൽ നിങ്ങൾ നിൽക്കുന്ന കാലഘട്ടം അത്രയും until you live in this world, നിങ്ങൾ ശക്തിയോടെ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. and you will do miraculous thing in the name of the Jesus. എന്റെ നാമത്തിൽ നിങ്ങൾ അത്ഭുതങ്ങൾ In the പ്രവർത്തിക്കും. name of Jesus you will do miracles, അനേകരെ നിങ്ങൾ എനിക്കായി നേടും. and so many people you will draw so many people in the name of the നിങ്ങൾ Lord, അവരെ ദൈവരാജ്യത്തിന്റെ ഭാഗമാക്കും. and you will make so many people the part of the kingdom of അതുകൊണ്ട് God. യേശു തന്റെ ശിഷ്യന്മാരോട് അന്തിമ നിമിഷങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു. And so Jesus had told his disciples in this way, യോഹന്നാൻ 14 in John chapter 14, നിങ്ങൾ ഭ്രമിക്കരുത്, you shouldn't be worried, നിങ്ങൾ ഭയക്കരുത്, you shouldn't be dismayed, നിങ്ങൾ അനാഥരല്ല, you are not alone, നിങ്ങളുടെ ഉള്ളം കലങ്ങി പോകരുത്. you should not be troubled. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. I am going, that is a good thing for you. ഞാൻ പോയാ When I go, പരിശുദ്ധാത്മാവെന്നൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു I തരും. send a helper like a Holy Spirit for you. വിശ്വസിക്കുക.
വിശ്വസിക്കുന്ന ദൈവമക്കൾ കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു All of you who believe in this, raise your hand. ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. And all of you who believe in this and praise the Lord. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഒരു രോഗം മാറ്റുന്ന വെറും ഒരു ശക്തി മാത്രമല്ല. Children of God, the Holy Spirit is not just the one who is going to heal you. ഒരു ഭൂതത്തെ പുറത്താക്കുന്ന വെറും ഒരു ശക്തി മാത്രമല്ല. He is not just a power who can cast away the evil spirit. പരിശുദ്ധാത്മാവ് ദൈവമാണ്. The Holy Spirit himself is God. തൃത്വത്തിൽ മൂന്നാമനായ ദൈവം. He is one of the Trinity. ഇപ്പോൾ അത് നമ്മുടെ ഇടയിലുണ്ട്. And he is amongst us. അത് നമ്മുടെ ഇടയിലുണ്ട്. He is amongst us. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. Those who believe, raise your hand and praise God. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് വളരെ ശക്തമായ രീതിയിൽ യോഹന്നാൻ 16:14-15 പറഞ്ഞു. And John chapter 16 verse 14 and 16, Jesus said like this. അവർ എനിക്കുള്ളതിൽ നിന്നും എടുത്ത് അല്പം നിങ്ങൾക്ക് തരുന്നു. And whatever എനിക്കുള്ളതിൽ നിന്നും എടുത്ത് അല്പം നിങ്ങൾക്ക് തരുന്നു. And he said that whatever I have, I am giving a little from that to you, അതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുന്നു. so that you will be glorified. ഇതാരാണ്? About whom he is saying? പുത്രനിലുള്ള അല്പം എടുത്തെന്ന് പറഞ്ഞാൽ അവൻ ആരാ? പിതാവ്. പിതാവ് അല്പം എടുത്ത് നമുക്ക് തരുന്നെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ. And whatever he is giving us, that is about the Holy Spirit. എന്തിനാണ്? എന്റെ അപ്പൻ എനിക്ക് എല്ലാം തന്നിരിക്കുന്നു. And my Lord, my Father had given me everything. അതെല്ലാം എനിക്കുള്ളതാണ്. And whatever my Father had given me, that's for അത് me. ഞാൻ നിങ്ങൾക്ക് തരണം. എന്റെ അപ്പൻ നിങ്ങൾക്ക് തരണമെങ്കിൽ And whatever my Father had given me, I am giving you, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടതാ. because I was broken for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങൾ I അനുഭവിച്ചതാ. have gone through a lot of chastisement for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പീഡാനുഭവങ്ങൾ അനുഭവിച്ചതാ. I have gone through a lot of troubles for you. എന്റെ രക്തത്തിന്റെ സമ്പാദ്യമാണ് നിങ്ങൾ. You all are the whatever I have is redeemed by the blood of myself. അതുകൊണ്ട് എന്റെ മക്കളായി തീരുന്നവർക്ക് So whoever becomes the children of എന്നിൽ me, നിന്നും അല്പം എടുത്ത് പിതാവ് നിങ്ങൾക്ക് തന്നെങ്കിൽ and if the Father had given whatever is in me to you, നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് the Holy Spirit that is abiding in you, അത് പുത്രനെ മഹത്വപ്പെടുത്തുകയാണ്. and that will worship the Son of God. എന്റെ വാത്സല്യ പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാനെ മഹത്വപ്പെടുത്താൻ നീ മറന്നു പോകരുത്. Children of God, you shouldn't forget that you have to praise God. നിനക്ക് കരമടിക്കാമെങ്കിൽ നീ കരമടിച്ചോണം. If you can clap your hands, you should clap your നിനക്ക് hands. ദൈവത്തിന് വേണ്ടി ശബ്ദമെടുക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് വേണ്ടി If you ശബ്ദമെടുത്തോണം. can raise your voice for the Lord, just raise the voice. നിന്റെ ഇമേജ് മറന്നത് ദൈവത്തെ സ്തുതിക്കാൻ താല്പര്യപ്പെടണം. Just forget whatever position you are in, just forget about it and നിന്റെ praise God. ഇടമാര് സ്തുതിച്ചില്ലെങ്കിലോ, Whoever is sitting behind you or among you, if they don't worship നിന്റെ you, മുമ്പ് ആരും ആരാധിച്ചില്ലെങ്കിലോ, if nobody worship among you, നിന്നെ നേടിയെടുത്ത കർത്താവിനെ ആരാധിക്കാൻ നീ മറക്കരുത്. you shouldn't forget to worship the Lord who had redeemed you. ഒരു കാഴ്ചക്കാരനായി വന്നിരിപ്പാനല്ല ദൈവം എന്നെ കണ്ടത്. You shouldn't be coming and sitting here just like a viewer. ഈ സഭയെ ഉണർത്താൻ ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. And the Lord had seen you so that you will be ഈ awakened. ദേശത്തെ ഉണർത്താൻ ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. Lord had seen you so that you can awaken this country. അതുകൊണ്ട് നിന്നിലുള്ള പരിശുദ്ധാത്മാവ് ദൈവപുത്രനെ So മഹത്വപ്പെടുത്തട്ടെ. the Holy Spirit who is in you has to worship the Lord. ഇന്ന് വന്നത് നിന്റെ കാര്യം സാധിക്കാനാകരുത്. Today you haven't come here to do things for yourself. എന്റെ രോഗം മാറണം, എന്റെ കുടുംബജീവിതം നന്നാകണം, എനിക്ക് സമ്പത്ത് ഉണ്ടാകണം, നല്ല ജോലി കിട്ടണം, നല്ല വീട് കിട്ടണം, നല്ല കാറ് കിട്ടണം, നല്ല ലൈസൻസ് കിട്ടണം. അതിനായിട്ട് നീ ദൈവത്തെ അന്വേഷിക്കരുത്. You shouldn't come and search here for the Lord so that you can be in a good life. നീ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറായോ? And if you are ready to glorify the Lord, അവൻ സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനാണെങ്കിൽ, and he is living on the glory of God, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ, and if he is living in the praises, and if you are looking for his ദൈവത്തിന്റെ kingdom, അവകാശത്തിൽപ്പെട്ടതെല്ലാം നിനക്കുള്ളതാണ്. and if you seek his kingdom, whatever is in his custody will be for yours. നിങ്ങൾ മക്കളെങ്കിലോ ക്രിസ്തുവിൽ കൂട്ടവകാശികളാണ്. And if you are the children of God, you are his heirs. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. And the one who are believing in that, let us worship the Lord. ഞാൻ ഈ സഭയിൽ പ്രിയമുള്ളവരോട് പറയട്ടെ, And this time I want to tell you, മറ്റുള്ളവര് പുറകിന് വന്ന് ഇരുന്നോളും, നിങ്ങൾ അടുത്ത ആഴ്ച മുതൽ മുന്നിൽ വന്നിരിക്കണം. and when people will come and sit in the back, you should come and sit in the front. ആദ്യം വരുന്നവർ മുന്നിലേക്ക് വരണം. And whoever comes first, you have to come and sit in front of കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നവർ പുറകിലിരിക്കണം. And if you have kids, small kids, it's okay if you sit in the back. അങ്ങനെ ഒരു തീരുമാനം ഇന്ന് നിങ്ങൾ എടുക്കണം. You should have such kind of decision taken നിങ്ങളൊരു today. തീരുമാനം എടുക്കണം. ഞാൻ ഇവിടെ ഇനിയും തൊട്ട് വന്ന് മൗനമായിരിക്കത്തില്ല. And today you will decide that from today onwards I will not come here and sit quiet. എന്നെ മണവാട്ടിയാക്കി തീർത്ത കർത്താവിന്, And the one who are made me like this, എനിക്ക് വാസസ്ഥലം ഒരുക്കുവാൻ പോയ കർത്താവിന്, and the one who had gone to prepare the place for me, എനിക്ക് വേണ്ടി വേഗം വരുന്ന കർത്താവിന്, and the one who is going to come soon for me, എനിക്ക് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ തന്ന കർത്താവിന്,
കർത്താവിനെ And the one who had given me the Holy Spirit as my ഞാൻ helper. ആരാധിക്കുമെന്നൊരു സമർപ്പണം നീ And എടുക്കണം. to him I will give my worship. ഇന്ന് പകൽവേളയിൽ ആര് ദൈവത്തെ ശക്തിയോടെ ആരാധിക്കും? And today who will worship the Lord with whole power and strength? ആര് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തും? And who will worship the Lord with mighty strength? മറ്റുള്ളവർ നിന്നെ വിമർശിക്കട്ടെ, മറ്റുള്ളവർ നിന്നെ കളിയാക്കട്ടെ, Let the others say anything about you. പക്ഷേ നിന്റെ രോഗം മാറ്റിയ, നിന്റെ വേദന മാറ്റിയ, And the Lord who had taken away all the sicknesses and diseases നിന്റെ from you. പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തിയ, And the one who had solved all your problems. മരണത്തിൽ നിന്നെ വിടുവിച്ച, The one who had redeemed you from the നിന്റെ dead. വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വന്ന The one who had come into all your problems. രാജാവായ കർത്താവിനെ The one who is mighty enough. നീ ആരാധിച്ചുകൊണ്ടിരിക്കണേ. Let us worship the Lord. ആ ശക്തി പ്രാപിച്ച ദൈവമക്കൾ The one who had redeemed from ആത്മാവിന്റെ ശക്തിയോടെ with the Holy Spirit's power. ഹല്ലേലൂയ. Praise God. ഹരബവ ശാന്തനബലക്ഷ ഹുഡരബവ ശാന്ത ഘടകനഗക്ഷസിയാവന. ഹല്ലേലൂയ. Praise God. Praise God. Thank you. എനിക്കറിയാം ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, വിശുദ്ധ ആരാധനയുടെ ദിവസമാണ്. Today is a holy day. ഈ സമയം ഇത്രയും ഒന്നിനും തികയത്തില്ലെന്ന് എനിക്കറിയാം. And the time won't be enough for us. എന്റെ പ്രസംഗത്തെ ഞാൻ അതുകൊണ്ട് പിടിച്ച് പരിമിതപ്പെടുത്തുകയാണ്. And I am limiting my speech. പക്ഷേ എന്റെ കർത്താവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, But when അവന്റെ I speak ആത്മാവിനെ about കുറിച്ച് my സംസാരിക്കുമ്പോൾ Lord, His power, എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. you cannot sit quiet. വിടുവിച്ചവനാണ് യേശു. He is the one who had delivered me. ആ അനുഭവങ്ങളിൽ നിന്ന് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് You ഇടയാക്കുന്നു. should deliver. You should praise God. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കുകയോ. In the name of Jesus, the power. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കണം, യേശു കർത്താവ് ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് സ്തോത്രം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. സ്തോത്രം 1 അപ്പോസ്തലപ്രവൃത്തി 1:8 നിങ്ങൾ സ്തോത്രം ശക്തി പ്രാപിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം. Yesterday we read that from Acts 1:8 that when you receive the power, you go to Judah and every part of the world and become the disciple of God. വെറുതെ ഒന്ന് സുവിശേഷം ചെയ്യാനൊക്കത്തില്ല. We cannot just spread the gospel just like that. അത്ഭുതം അടയാളം ചെയ്യാനൊക്കത്തില്ല. We cannot just like that do the miracles and signs. വെറുതെ സഭ നടത്താൻ പറ്റത്തില്ല. We cannot just lead a church ഇത് like that. ഉപദേശം നിൽക്കുന്ന സഭയാ. Because this church is ഇത് according to പിതാക്കന്മാർ മാതൃക കാണിച്ച സഭയാ. this church should be a model church. ഇവിടെ അഭിഷേകത്തിന്റെ ശക്തിക്ക് പ്രാധാന്യമുണ്ട്. And this church should give the importance for ഇവിടെ the പിതാവിനും anointing. പുത്രനും പരിശുദ്ധാത്മാവിനും പ്രാധാന്യമുണ്ട്. This church should give the importance for ഇവിടെ the Holy യേശുവിന്റെ Spirit. നാമം ഉയരപ്പെടുക തന്നെ In ചെയ്യും. the church, Jesus' name should be വിശ്വസിക്കുന്നവർ uplifted. സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. Let us worship the Lord who believes in him. Oh, Lord Jesus. അതുകൊണ്ട് നിങ്ങളുടെ മേൽ ശക്തി വരണം. And when that your power of the Holy Spirit should come on you. നിങ്ങൾ ഒരിടത്തും തല കുനിക്കരുത്. You shouldn't be bending your head anywhere. നിങ്ങൾ ഒരിടത്തും ക്ഷീണിക്കരുത്. You shouldn't be tired anywhere. ന്യായമായ ചോദ്യങ്ങളുണ്ട്. And there will be questions. 3.5 വർഷക്കാലം യേശുവിന്റെ കൂടെ ശിഷ്യന്മാർ നടന്നതാണ്. And that for 3.5 years the disciples will be with Jesus. പടകും വഴിയും വിട്ടിട്ടിറങ്ങി തിരിച്ചവരാണ്. And they have left everything and followed Jesus. യേശുവിന്റെ വിളിയുടെ മുമ്പിൽ എല്ലാം ത്യജിച്ചു വന്നവരാണ്. And in front of Jesus calling, they left everything. ഇവരെ കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. And about the disciples we can see in the Bible like this. യോഹന്നാൻ 3:5 ഒരു നിക്കോദിമോസ് കർത്താവിന്റെ അടുക്കൽ വന്നു. And in John chapter 3:5 we can see Nicodemus came to Lord. യേശു അവനോട് പറഞ്ഞു, നിനക്ക് വീണ്ടും ജനനം ആവശ്യമാണ്. And Jesus told him, you need to be born again. അവൻ കർത്താവിന്റെ മുമ്പിൽ സംസാരിക്കാൻ തുടങ്ങി. And he started speaking in front of the Lord. ഇത്രയും വലിയൊരു മനുഷ്യൻ ഇനി അമ്മയുടെ ഉദരത്തിൽ കയറി ഇറങ്ങുന്നത് എങ്ങനെയാണ്? And the Nicodemus asked, I am such a big man, how can I go to mother's womb again and get born യേശു again? മറുപടി കൊടുത്തു. And Jesus replied, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. and you have to be born again with ഇതാണ് water വീണ്ടും and ജനനം. fire. With the Spirit. This is വിശ്വസിക്കുന്നവർ what- കരമുയർത്തി ദൈവത്തെ The സ്തുതിച്ചുകൊണ്ടിരിക്കുക. one who believes, raise your hand and worship അപ്പോൾ the Lord. ശിഷ്യന്മാർ വീണ്ടും ജനിച്ചവരായിരുന്നു. And the disciples were not born again. ലൂക്കോസ് 10:20 In Luke chapter 10:20, യേശു തന്റെ ശിഷ്യന്മാരെ രണ്ടായി പറഞ്ഞയക്കുന്നു. and Jesus had sent his disciples in two. അവരെ പറഞ്ഞയക്കുമ്പോൾ അവർ പോകുന്ന പോക്കിൽ ഭൂതങ്ങൾ പുറത്താകുന്നുണ്ട്. And when they were going, and we can see that they were casting out devils. രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. The sick were healed. പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല അധികാരം
അധികാരബലത്തെ ചവിട്ടുവാൻ അധികാരം കൊടുത്താണ് അവരെ വിട്ടത്. And they have given the power so that they can trample against snake and scorpions and any kind of devil അതുകൊണ്ട് spirit. അവർ പോയ യാത്രയിൽ അതെല്ലാം സംഭവിക്കുന്നു. And whenever went there, because of that power, they could do miracles. അവര് തിരിച്ച് വലിയ വലിയ സന്തോഷത്തോടെ വരികയാണ്. And they came back very happily to the Lord. വലിയ ആനന്ദത്തോടെ കൂടെ അവർ വരുന്നു. And they were coming back with joy. ഇപ്പൊ അവര് കോളറയിലൊക്കെ ഒന്ന് പിടിച്ചാണ് വരുന്നത്. And they were very proud. ഇന്ന് വരെ ഇല്ലാത്ത മിറക്കിൾ അവരിൽ കൂടെ നടക്കുന്നു. Because they could do so many miracles through that power. വലിയ ഡെലിവറൻസ് നടക്കുന്നു. They have seen lot of deliverance through that. യാത്രാമധ്യേ പോലും പിശാച് അലറിയോടുന്നു. And in the midst of their journey, they could see that യേശു they were പറയുന്നു casting devils out. യേശു പറയുന്നു നിങ്ങളെ പറഞ്ഞു വിട്ടപ്പോൾ തന്നെ When Jesus had said, when you had gone, ആകാശത്തുനിന്ന് മേഘമാളികൾ കൂട്ടിമുട്ടി മിന്നലുകൾ പുറപ്പെട്ടു വരുന്നത് പോലെ. and when the time you have started, only the heaven had opened and there were power came like lightning from heaven. അന്ധകാര ശക്തി വെട്ടേറ്റ് നിലത്ത് വീഴുന്നത് ഞാൻ കണ്ടു. And I have seen that the spirit of darkness were falling down. ഇതെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ടതില്ല. So you shouldn't be amazed about it. യേശുവിന്റെ നാമം ആര് പറഞ്ഞാലും രോഗം മാറും. And whoever takes the name of Jesus, they will be യേശുവിന്റെ healed. നാമം വിശ്വാസത്തോടെ ആര് പറഞ്ഞാലും കെട്ടുകൾ പൊട്ടും. And whoever takes the name of the Jesus in faith, their യേശു bondages will be പ്രാധാന്യം broken. കൊടുത്തത്. യേശു പ്രാധാന്യം കൊടുത്തത്. So, but Jesus had given the importance. നിങ്ങളുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്ര സന്തോഷിപ്പീൻ. But he has said that you have to be given the importance so that your name will be written in heaven. എന്റെ വാത്സല്യ പ്രിയമുള്ളവരെ, അപ്പോൾ ഈ ശിഷ്യന്മാർ സ്വർഗ്ഗത്തിൽ പേരെഴുതപ്പെട്ടവരായിരുന്നു. So the children of God, these disciples' name were written in heaven. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി ദൈവത്തെ How many of you സ്തുതിച്ചുകൊണ്ടിരിക്കുക. believe that? Raise your hand and worship the Lord. യോഹന്നാന്റെ സുവിശേഷം 15:3 In John chapter 15 verse 3. നിങ്ങൾ എന്റെ ഈ വചനങ്ങളെ കൊണ്ട് ശുദ്ധിയുള്ളവരാകുവിൻ എന്ന് പറയുന്നു. And it says that you have to be cleansed through my word of ഞാൻ God. സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാണെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തി. And he said that I am the true vine and my father is the gardener. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ ഞാൻ വെട്ടിക്കളയുമെന്ന് പറഞ്ഞു. And the one who doesn't bear fruit in me will be cut off. കായ്ക്കുന്നതിനെ നിലനിർത്തുമെന്ന് പറഞ്ഞു. കായ്ക്കുന്നതിനെ നിലനിർത്തുമെന്ന് പറഞ്ഞു. So the one who has bear the fruit. എന്നിട്ട് പറയുകയാണ് ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ ശുദ്ധിയുള്ളവരാകുവേ. So he said that you should be cleansed with this word of God. അപ്പോൾ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ ശുദ്ധിയുള്ളവരായിരുന്നു വചനത്താൽ. So the disciples who were walking with the Lord were cleansed with the word അവർ of God. വചനത്താൽ ശുദ്ധി പ്രാപിച്ചവരായിരുന്നു. They were cleansed with the word of God. യോഹന്നാന്റെ സുവിശേഷം 20:22 In John chapter 20 verse 22. യഹൂദന്മാരെ ഭയന്ന് വാതിലടച്ചിരുന്ന ശിഷ്യന്മാർ, And the disciples who were closed their mouth because of Jews. യേശു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം When the Lord was resurrected ആ ശിഷ്യന്മാരിരുന്ന ഇടത്തേക്ക് ചെന്നു. and the disciples had gone there. വാതിൽ തുറക്കാതെ അകത്ത് കടന്നു. And he had gone in through the door. നിങ്ങൾക്ക് സമാധാനമെന്ന് ഉയർത്തെഴുന്നേറ്റ യേശു പറഞ്ഞു. And the resurrected Jesus said, peace unto you. അവരോ റോമൻ ഗവൺമെന്റിനെ കുറിച്ച് കേട്ട് ഭയന്നിരിക്കുന്നു. But the disciples were just very scared hearing about the Roman യഹൂദന്മാരെ government. കൊണ്ട് തളർന്നിരിക്കുന്നു. They were tired of Romans. പുറത്തിറങ്ങാൻ അവർക്ക് ഭയമാണ്. They were very scared about the Jews. യേശുവിനെ ക്രൂശിച്ചതുപോലെ ഇവരും ക്രൂശിക്കപ്പെടാമായിരിക്കാം. The disciples were scared that they may also get crucified as Jesus was പക്ഷേ crucified. യേശു അവരെ ബലപ്പെടുത്തി. But Jesus had strengthened them. യേശു അവരുടെ മേൽ ഊതി. Jesus had given breath അവർ unto them. പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടു എന്ന് പറയുന്നു. They were filled with the Holy അവർ Spirit. പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടു എന്ന് പറയുന്നു. They received the Holy Spirit. എന്റെ വാത്സല്യ പ്രിയമുള്ളവരെ, The children of God. വീണ്ടും ജനിച്ചവരും സ്വർഗ്ഗത്തിൽ പേരെഴുതപ്പെട്ടവരും And the one who are being born again and their name was written in the heaven. വചനത്താൽ ശുദ്ധിയുള്ളവരും The one who is clean with the word of God. പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടവരുമായിരുന്നിട്ട് പോലും When they received the Holy Spirit. യേശു അതുകൊണ്ട് തൃപ്തരാകുന്നില്ല. Jesus wasn't satisfied with that. കാരണം അവർ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടാൻ പോകുന്നു. Because he is going to be taken into the heaven. അവന്റെ വലതു ഭാഗത്തെ അവൻ കരകയറി പോകാൻ He is പോകുന്നു. going to be sitting in the right hand of the പക്ഷേ തന്റെ Father. ശിഷ്യന്മാരോട് യേശു അവസാനമായി പറയുന്നു, And Jesus at the last time he told the നിങ്ങൾ disciples, എന്നോട് കേൾക്കപ്പെട്ട വചനം നിമിത്തം because of this word of God that you have heard യെരൂശലേം from me, വാങ്ങിപ്പോകാമേ. you shouldn't be gone against him. നിങ്ങൾ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുക. You should be waiting for the Holy Spirit. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് When you receive the power from നിങ്ങൾ above, ശക്തി ലഭിച്ചിട്ട് when you receive the power from above, ഞാൻ പറയുന്നില്ല സ്വത്രം നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇല്ലെന്ന്. I'm not saying that you don't have Holy Spirit in you. കാരണം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിൽ ക്രിസ്തു രൂപാന്തരം വന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവിനാലാണ്. If at least once the Lord had changed, transformed you, you will have Holy Spirit.
Spirit. യേശു കർത്താവെന്ന് നിങ്ങൾ പറയുന്നത് ആത്മാവുള്ളത് കൊണ്ടാണ്. You are saying that Jesus is Lord because you got the Holy Spirit. ആത്മാവില്ലാത്ത ഒരൊറ്റ വ്യക്തിക്ക് പോലും യേശു കർത്താവെന്ന് പറയാൻ സാധ്യമല്ല. If you don't have Holy Spirit in you, you cannot say that Jesus is our Lord. സുവിശേഷം നിങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. If the gospel has reached in you, that means that Holy Spirit is in പക്ഷേ you. യേശു ഇവിടെ ആഗ്രഹിക്കുന്നത് But what Lord wants, നിങ്ങൾ ഇങ്ങനെ ഇരിക്കാനുള്ളവരല്ല. you shouldn't be sitting like this. നിങ്ങൾ എന്റെ വേല ചെയ്യേണ്ടവരാണ്. You have to do the Lord's ministry. നിങ്ങൾ ദേശത്തെ ഉണർത്തേണ്ടവരാണ്. You have to awaken the country. ദൈവരാജ്യത്തിന് വേണ്ടി അനേകരെ You സമ്പാദിക്കേണ്ടവരാണ്. have to go and get so many people for the kingdom അതുകൊണ്ട് of God. നിങ്ങൾക്ക് ശക്തി ആവശ്യമാണ്. So you need the power. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി And so for the power of the Holy Spirit, നിങ്ങൾ ഇവിടെ കാത്തിരിക്കുക. you should wait for that. അവിടെ ഉദ്ദേശിക്കുന്നത് What does that mean? അവിടെ ഉദ്ദേശിക്കുന്നത് What it means by that? ആത്മസ്നാനമാണ്. Because it's the Holy Spirit baptism. ആത്മസ്നാനം പ്രാപിപ്പാൻ ആര് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്? And who had come here ready for that baptism in Holy Spirit? നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നോ അതോ ആത്മസ്നാനം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നോ? You just want to come and sit here just like that, or you want to be filled with the ആത്മസ്നാനം Holy പ്രാപിച്ചവർ Spirit? കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. If you are filled with the Holy Spirit, raise your hand നീ and worship the Lord. ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ When you are submitting yourself in the Lord's presence, നിന്റെ മേൽ വരുന്ന ആദ്യ അനുഭവം and the first experience that you have, അത് അന്യഭാഷ അടയാളത്തോടെ കൂടെ വെളിപ്പെട്ടു വരുന്നെങ്കിൽ if you are revealing that the other tongue, നീ ആത്മസ്നാനത്തിൽ പങ്കാളിയായിരിക്കുകയാണ്. that means that you are filled with the Holy Spirit. ഇത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. And whoever receiving this, raise your hand and worship the Lord. എന്റെ പ്രിയമുള്ളവരെ, The children of God, വിശുദ്ധ തിരുവചനത്തിൽ in the Bible, നമ്മൾ പരിശോധിക്കുമ്പോൾ when you examine the scriptures, അപ്പോസ്തലപ്രവൃത്തി 16:7 in Acts chapter 16 verse 7, അപ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്ന് മാത്രമല്ല ഫിലിപ്പിയ ലേഖനം 1:19 and in the book of John, and in Philippians chapter 1 verse 19, റോമർ 8:9 in Romans chapter 8 verse 9, റോമർ 8:15 in Romans 8 verse 15, ഗലാത്യർ 4:6 in Galatians 4 verse 6, വളരെ ശക്തമായി കാണാൻ കഴിയുന്ന we കാര്യങ്ങളുണ്ട്. can see so many things in 1 very പത്രോസ് powerful way. 1:19 കാണാൻ പറ്റുന്നുണ്ട്. In Acts, 1 പത്രോസ് in 1:19 1 Peter 1 verse 19, you can see that. 1:11 In 1 verse 11, വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന you can കാര്യമുണ്ട്. see this in detail. യേശുവിന്റെ ആത്മാവ്, In Jesus' Spirit, യേശു ക്രിസ്തുവിന്റെ ആത്മാവ്, Jesus Christ's Spirit, ക്രിസ്തു യേശുവിന്റെ ആത്മാവ്, the Christ Spirit, പുത്രന്റെ ആത്മാവ്, the Son's Spirit, സ്വപുത്രന്റെ ആത്മാവ്. his own Son's Spirit. അപ്പം പരിശുദ്ധാത്മാവും യേശുവിന്റെ ആത്മാവും വ്യത്യസ്തമുണ്ടോ? So does that mean that God, Jesus' Spirit and the Holy Spirit, are they different? ഇത് രണ്ടല്ല. It is not two different things. യേശുവിന്റെ ആത്മാവെന്ന് പറയുന്നതും The Jesus Spirit, യേശു ക്രിസ്തുവിന്റെ ആത്മാവെന്ന് the പറയുന്നതും Christ Spirit, ക്രിസ്തു യേശുവിന്റെ ആത്മാവെന്ന് the പറയുന്നതും Jesus Christ Spirit, സ്വപുത്രന്റെ ആത്മാവെന്ന് the പറയുന്നതും Spirit of one Son, പുത്രത്വത്തിന്റെ ആത്മാവെന്ന് the പറയുന്നതും Spirit of the Sonship, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. it is about the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പര്യായ പദങ്ങളാണ് They ഈ are കാണുന്നതൊക്കെ. the synonyms of the Holy Spirit. അങ്ങനെയാണെങ്കിൽ വേറൊരു ആത്മാവല്ല, ഈ ആത്മാവിൽ സ്നാനമേൽക്കാൻ ആരിവിടെ കടന്നു വന്നിട്ടുണ്ട്? They are all the same Spirit, and you have to be baptized in that same Spirit. ഈ ആത്മസ്നാനത്തിന്റെ പ്രത്യേകത, And when you are baptized in the Spirit, ഒരുവനിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ when that person gets the Holy അവന്റെ Spirit, ഹൃദയത്തിൽ രൂപാന്തരം വരുന്നു. there will be a transformation in his heart, അവൻ യേശുവിനെ അറിയുന്നു. and he will start knowing about Jesus മറ്റൊന്നും Christ. പുറമെ കാണുവാൻ കഴിയുന്നില്ല. You may not see anything vivid in front അവൻ of, കൂട്ടായ്മയ്ക്ക് വരുന്നു, പോകുന്നു. and you may see that the person coming and going. റോമർ 8:9 അതാണ് പറയുന്നത്. ജനസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ In കഴിയത്തില്ല. Romans chapter 8 verse 9, we can see that the person who has the carnal nature, they cannot please the Lord. ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനുമല്ല. And it says that the one who doesn't have spirit is not mine. അങ്ങനെയാണെങ്കിൽ കൃപ പ്രാപിച്ച ദൈവമക്കളോട് പറയാം, സ്തോത്രം, ആത്മാവ് പ്രാപിക്കുന്നവനാണ് ദൈവസന്നിധിയിൽ വരുന്നത്. The one who has received the grace, I want to tell them people that whoever received that Holy Spirit, they are the children of God. അങ്ങനെയുള്ളവരിൽ ആത്മാവുണ്ട്. And whoever is there, that kind of people, they have the Spirit. അവർ യേശുവേ എന്ന് വിളിക്കും. And they will call Jesus. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവന് ദൂഷണം പറയരുതെന്ന് പറയുന്നുണ്ട്. And they can talk about the Holy Spirit. പരിശുദ്ധാത്മാവിനെ വ്യാജം പറയരുതെന്ന് പറയുന്നുണ്ട്. And it says that people can say the wrong things about Holy Spirit. പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കരുതെന്ന് പറയുന്നുണ്ട്. And it says about that you shouldn't be testing the Holy Spirit. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട്. And it says that you shouldn't grieve the Holy Spirit. അപ്പോൾ പരിശുദ്ധാത്മാവ് എല്ലാവരിലും രക്ഷിക്കപ്പെടുന്ന എല്ലാവരിലും തന്നെ ഉണ്ട്. And the Holy Spirit is in everyone who are born again. റോമാലേഖനം 5:5 And in Romans chapter 5 verse 5, റോമാലേഖനം
ലേഖനം 8:14 In Romans chapter 8 verse 14. വളരെ വ്യക്തമായി ഗലാത്യർ 4:6 And in Galatians chapter 8 verse. 1 കൊരിന്ത്യർ 6:19 And in 1 Corinthians chapter 6 verse 19. പരിശുദ്ധാത്മാവിന്റെ അധിവാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. And it says about the habitants of Holy Spirit. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഇത് ഓടിച്ചു വിടുന്നത്. I am telling it very fast because of the time limit. 1 കൊരിന്ത്യർ 6:19 പറയുന്നത്. And in 1 Corinthians chapter 6 verse 19 it says like this. നിങ്ങളുടെ ഈ മൺകൂടാരം ക്രിസ്തുവിന്റേതായി കഴിഞ്ഞപ്പോൾ And when your body is become the Lord's for own property. നിങ്ങളുടെ ഈ ശരീരത്തിന്മേൽ പരിശുദ്ധാത്മാവിന്റെ മന്ദിരം പണിതിരിക്കുന്നു. And then the Holy Spirit made his temple on your body. വിശ്വസിക്കുന്നവർ ദൈവത്തെ The സ്തുതിച്ചുകൊണ്ടിരിക്കുക. one who believes in the worship the Lord. ക്രിസ്തു അകത്തുള്ളത് കൊണ്ട് നിങ്ങളുടെ ശരീരം ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. And when the Christ is in you, the body will be designed. അത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. Because it's the temple of the Holy Spirit. പക്ഷേ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കണം. But you have to get the power of the Holy ഈ Spirit. കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. And in this world, like you need the Holy Spirit's power. അതുകൊണ്ടാണ് മർക്കോസിന്റെ മാളികമുറിക്കകത്തിൽ ശിഷ്യന്മാർ കൂടിയിരുന്നപ്പോൾ That is why in Mark's home, the people when they were upper room, they were together. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിച്ചു. And the Holy Spirit came upon them. അവർ വിവിധ ഭാഷകളിൽ They സംസാരിക്കാൻ started തുടങ്ങി. speaking in different tongues. അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവരുടെ മേൽ പതിഞ്ഞു. And the splint tongue came on them. പലയിടങ്ങളിൽ നിന്നും Fire. പല സംസ്ഥാനങ്ങളും പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ അവരുടെ ഇടയ്ക്ക് ഓടി വന്നു. And so many people from different places, different countries, they came running towards them. സാധാരണ മനുഷ്യർ അവരുടെ ഭാഷകൾ സംസാരിക്കാൻ And they തുടങ്ങി. heard that different people, common people, although they don't know the language of different kinds, they അത് ഈ started speaking in their own സഭയിൽ language. And let that happen in this church. അത് ഈ സഭയിൽ സംഭവിക്കട്ടെ. Let this happen in this church. ദൈവജനത്തിൽ സംഭവിക്കട്ടെ. Let this happen in the Lord's പല people. ഭാഷക്കാരെ ഒന്നിച്ചു കൂട്ടത്തക്കവണ്ണമുള്ള ദൈവശക്തി വ്യാപരിക്കട്ടെ. Let the people from different kind of languages come and assemble here. ഞാനൊരു വെളിപ്പാട് പറയാം. And I want to say one revelation and vision here. ഈ സഭ ഇംഗ്ലീഷിൽ തുടങ്ങിയതാണെങ്കിൽ This congregation started although a part of English church. കർത്താവിന്റെ ദാസൻ ആത്മാവ് മലയാളത്തിലേക്ക് ഒരു വിഷയം കൊടുത്തെങ്കിൽ Although the Pastor Barry got a vision about the Malayalam church. ഈ ചർച്ച മലയാളത്തിൽ ഇനി ഒതുങ്ങത്തില്ല. This church will not be stopping in just Malayalam or ഇതിന്റെ one ഹിന്ദി language. ചർച്ചും തമിഴ് ചർച്ചും തല ഉയർത്തും. And this church will have different language churches. ഇതിന്റെ ഇംഗ്ലീഷ് ചർച്ച് വീണ്ടും തല ഉയർത്തും. And this church will have an English ഈ branch. സഭയിലേക്ക് ധാരാളം ആത്മാക്കൾ ഒഴുകി വരും. And this church will be grown. ഭയങ്കര വിശാലതകൾ ഇവിടെ ഉണ്ടാകും. And this church will boundaries ഈ will be moved. സഭയ്ക്കകത്തിലുള്ള ചലന ദൈവം ഉണർത്തും. And this church will so many people will be uplifted. ഇതിനകത്തിൽ അപ്പോസ്തലന്മാർ എഴുന്നേൽക്കും. And so many apostles will be raised up in this ഇതിൽ church. പ്രവാചകന്മാർ എഴുന്നേൽക്കും. This church will have lot of prophets. ഇതിൽ ചിലരിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് ഉണർവ് വരുത്തും. And there will be lot of people coming and doing things in the name of വിശ്വസിക്കുന്നവർ the ദൈവത്തെ Holy Spirit. സ്തുതിച്ചുകൊണ്ടിരിക്കുക. The one who believes raise the hand and worship the Lord. എത്ര പ്രിയപ്പെട്ടവർ പരിശുദ്ധാത്മാവിൽ കരങ്ങളടിച്ച് ഈ ദൂതനെ സ്വാഗതം ചെയ്യും. Let's clap our hand and receive this prophecy. മർക്കോസിന്റെ മാളികമുറിയിൽ ജനം ഒരുമിച്ച് കൂടിയപ്പോൾ And when the people came in the upper room of Mark, യേശു കർത്താവ് പത്രോസ് എണ്ണിപ്പാനിടയായി. and പത്രോസ് എണ്ണിപ്പാനിടയായി. Peter had received the Holy Spirit. അവൻ ജനത്തോട് സംസാരിക്കാൻ തുടങ്ങി. And he started speaking. നിങ്ങൾ അവനെ ക്രൂശിച്ചു, And you have crucified എന്നാൽ അവൻ Jesus. ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. But he has resurrected. നിങ്ങൾ ഈ കാണുന്നതും കേൾക്കുന്നതും Whatever you are hearing and seeing now. അവൻ കല്ലറകളെ ഭേദിച്ച് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്ത് ചെന്നിട്ടാ. Because he broke the tomb and he went up and in with the heaven and he was with the Father. അപ്പോസ്തലപ്രവൃത്തി 2:33 അത് കാണുന്നു. And in Acts chapter 2 verse 33 you can see this. ക്ഷീണിച്ചോ? It's okay. ദൈവശക്തിയെ കൊണ്ട് വ്യാപരിക്കട്ടെ. Hallelujah. യേശുവിന്റെ നാമത്തിൽ അത്യന്ത ശക്തിയാൽ അഭിഷേകത്തിന്റെ ശക്തിയാൽ ആത്മമണ്ഡല ജലികള് ഈ ജനത്തിന്റെ മേൽ വ്യാപാര ശക്തി. ഇത് സാധാരണ ഒരു ശുശ്രൂഷയല്ല. It is not a normal ministry today. ഇത് വെറുതെ കേട്ടോണ്ടിരിക്കാനുള്ള ഒരു ശുശ്രൂഷയല്ല. It is not just for you to listen. ഈ കർത്താവിന്റെ ദാസിക്ക് നിങ്ങൾ ബലം പകർന്നുകൊണ്ടിരിക്കാം. Let me get the power from the ഈ Holy ശുശ്രൂഷയ്ക്ക് Spirit. എനിക്ക് ബലം പകർന്നുകൊണ്ടിരിക്കാം. Pastor get the power from the Holy അഭിഷേകത്തിന്റെ Spirit. ശക്തിയിൽ ദൂത് സ്വീകരിക്കുന്നവർ സ്തോത്രം Let the ചെയ്തുകൊണ്ടിരിക്കുക. power of the anointing here. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. സംഭവിക്കേണ്ട ദൈവത്തിന്റെ വിടുതൽ. Let it happen. The deliverance happen here. ഇപ്പോൾ പത്രോസ് പറയാണ് അവൻ കല്ലറകളെ ഭേദിച്ച് സ്വർഗ്ഗാരോഹണം ചെയ്തു പിതാവിന്റെ വലതുഭാഗത്തെത്തി. And the Peter says that the Lord had broken the seal of the tomb and he reached the heaven. കേൾക്കുകയും ചെയ്തത്. And whatever you have heard and seen today. അപ്പൊ പരിശുദ്ധാത്മ സ്നാനം കാണാനും കേൾക്കാനും കഴിയും. So what does that mean is the baptism of Holy Spirit you can see and you can hear. പരിശുദ്ധാത്മാവ് മേൽ വന്നവനെ കാണാൻ കഴിയുന്നില്ല.
The one who had received the Holy Spirit, they won't be able to see. കേൾക്കാൻ കഴിയുന്നില്ല. They can't hear. എന്നാൽ പരിശുദ്ധാത്മാ സ്നാനം വന്നവന് The one who was baptized in the Holy അവൻ ഭയങ്കര Spirit. ശക്തിയിലാകും. And they will be filled with the power of the Holy അവന്റെ Spirit. വായിൽ വിവിധ ഭാഷകൾ നിറയും. And his mouth will be filled with the different വിശ്വസിക്കുന്നവർ tongues. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. The one who believes in, raise your hand and worship the Lord. യേശുവിന്റെ നാമത്തിൽ അവൻ പിതാവിനോട് ചോദിച്ചു. In the name of Jesus, he asked the Father. വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ. He will give the Holy Spirit as your promise. വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ. The promise of the Holy Spirit. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു. And he will give you. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു. He will give you. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു. He will give you. Yeshua. അവന്റെ ശക്തി ഇറങ്ങിക്കഴിഞ്ഞു. And when you receive the power അവന്റെ of the Holy സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞു. when you receive the presence of the Holy Spirit, you will change yourself. ജനത്തിന്റെ മടിവിലേക്ക് You will change ആ yourself. ശക്തി വ്യാപരിക്കുന്നു. Let that power be here. വിശ്വസിക്കുന്നവരിലേക്ക് The one who believes in ആ it. ശക്തി ഇറങ്ങിക്കഴിഞ്ഞു. Clap your hands and worship the Lord. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കണം. Let you praise the Lord. യേശുവിനെ കരച്ചാലിക്കണം. Praise the Lord ഈ and worship. ആത്മശക്തി, ഈ ആത്മശക്തി, ഈ ആത്മശക്തി ദൈവാത്മാവിന്റെ സാന്നിധ്യമായി ശക്തിയോടെ ഇറങ്ങണം. Yes. With the power of the Holy Spirit, worship the Lord. ഉണരട്ടെ ദൈവശക്തി, ദൈവശക്തി ഉണരട്ടെ, ദൈവശക്തി ഉണരട്ടെ, ദൈവശക്തി ഉണരട്ടെ, ദൈവശക്തി ഉണരട്ടെ. ആത്മസാന്നിധ്യത്തിൽ ഉണർവ് വ്യാപരിക്കണ, ഉണർവ് വ്യാപരിക്കണ, ഉണർവ് വ്യാപരിക്കണ, ഉണർവ് വ്യാപരിക്കണ, ഉണർവ് വ്യാപരിക്കണ. ഈ ആത്മശക്തി, ഈ ആത്മശക്തി നിന്നെ പണിതുകൊണ്ടിരിക്കുക, നിന്നെ ഉണർത്തിക്കൊണ്ടിരിക്കുക. നീ ഒരു അപ്പോസ്തലനാ, നീ ഒരു പ്രവാചകനാ, നീ ദൈവത്തിന്റെ ആത്മാവിനാൽ പണിയപ്പെട്ടവനോ, എന്റെ ജനത്തിന്റെ നിലയിൽ നിൽക്കേണ്ടവനുമെന്ന്. യെസ്, അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി. ആര് വിശ്വസിക്കാം? ഇത് നിന്നെ ഉണർത്തട്ടെ, ഇത് നിന്നെ ഉണർത്തട്ടെ, അത്യന്ത ശക്തി നിന്നെ ഉണർത്തട്ടെ. അഭിഷേകത്തോടെ, അഭിഷേകത്തോടെ, അഭിഷേകത്തോടെ പിടിച്ചു പുറകോട്ട് വലിക്കുന്ന എല്ലാം കേട്ടുപാടണ. അപ്പോസ്തല പ്രവൃത്തി 8 Acts chapter 8, 18 verse 18. യേശുവിന്റെ ആത്മാവ് The Spirit of Jesus, ഫിലിപ്പ് കൂടെ സുവിശേഷം പറഞ്ഞവരുടെ മേൽ and through Philip he had said the പത്രോസ് gospel. കൈവച്ചപ്പോൾ വന്നു. And when Peter had laid his hands, it came. പത്രോസ് അവരുടെ തലയിൽ കൈവച്ചപ്പോൾ When Peter laid his hands upon people, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി. the Holy Ghost came upon them. അവർ അന്യഭാഷകളോട് കൂടെ സംസാരിച്ചു. They started speaking in other tongues. ഇത് കണ്ട ശിമോൻ, ഇത് കണ്ട ശിമോൻ The Simon who had seen this, ഒത്തിരി സമ്പത്തും കൊണ്ട് വരികയാ. and he had come with a lot of riches. പരിശുദ്ധാത്മാവിനെ വില കൊടുത്ത് മേടിക്കാൻ. He wanted to buy Holy Spirit with ഞാൻ money. ആരെങ്കിലും തലയിൽ കൈവച്ചാൽ And if I laid my hands on someone, അവരുടെ ഭൂതം പോകാൻ, let the evil spirit will be അവരുടെ cast out. രോഗം മാറാൻ, Let them will be healing. അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ. Let them fill with the Holy Spirit. എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം. How much money I have to give you? എനിക്ക് ഈ ആത്മാവിനെ തരണമെന്ന് പറഞ്ഞു. And I want that Holy Spirit. പത്രോസ് അവനോട് പറഞ്ഞു, And the Peter told നീ Philip, പരിശുദ്ധാത്മാവിനെ വില കൊടുത്ത് മേടിക്കാൻ പോവാണോ? are you buying the Holy Spirit with your money? നിന്റെ പണം നിന്നോട് കൂടെ നശിക്കൂ. And the money will be destroyed along with you. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുക. The one who believes in that, praise എന്റെ God. വാത്സല്യ പ്രിയമുള്ളവരെ, The children of God. ഞങ്ങൾ ദൈവദാസന്മാർ മണ്ടന്മാരല്ലോ. We are not the one who are, അഭിഷേകം പ്രാപിച്ച വിശ്വാസികൾ മണ്ടന്മാരല്ലോ. and we are not fools who receive അന്യഭാഷ the Holy പറയുന്ന Spirit. ദൈവമക്കൾ മണ്ടന്മാരല്ലോ. We are not fools who speak in our ഞങ്ങളുടെ മേൽ tongues. വന്ന ശക്തിയുണ്ടല്ലോ. We are having that power of the Holy ലോകത്തെക്കാൾ Spirit. വിലയേറിയവർ, We are conquerors more than this ലോകത്തെക്കാൾ world. വിലയേറിയവർ, And we are more than conquerors. ധനത്തെക്കാൾ വിലയേറിയവർ, We are much better than the world. ഭൗതികത്തെക്കാൾ വിലയേറിയവർ. We are much, much greater than അവൻ this world. അർഹതയില്ലാതെ ഞങ്ങളുടെ മേൽ തന്നിരിക്കുന്നു. That is what the power God has given. ഹല്ലേലൂയ. Praise God. ഈ ശക്തിയെ നമുക്ക് ഏറ്റെടുക്കാം. Let us have this power on us. ഞാൻ കർത്തദാസൻ പറഞ്ഞ സമയത്ത് മാനിക്കുന്നു, ആരാധനയാണല്ലോ. ഞാൻ വാക്ക് നിർത്താൻ പോകുകയാണ്. And I'm going to stop my ministry now. എനിക്ക് നിങ്ങളെ എഴുന്നേൽപ്പിച്ച് രോഗശാന്തിയുടെ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ട്. And actually I want you to get up and do the ministry for പൈശാചിക the healing. മണ്ഡലങ്ങളെ വെട്ടണമെന്നുണ്ട്. And I want to cast out the devils. നിങ്ങളോട് ദൈവം എന്നെ അറിയിച്ച ദൂത് വ്യക്തിപരമായി തരണമെന്നുണ്ട്. And I want to personally give you the prophecies. പക്ഷേ നിങ്ങളിൽ ദൈവത്തിന്റെ വിടുതൽ ഇറങ്ങിക്കഴിഞ്ഞു. But there is a deliverance already happened in here. ഇനി നിങ്ങൾക്കുമാകാം. And let the peace
peace be with you. ഈ വചനം കേട്ടിട്ട് നിങ്ങൾ നാളെ ഉറങ്ങിപ്പോകുമോ? And tomorrow when you go, അപ്പോ ഇന്ന് കർത്തൃദാസി പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം യേശുവിന്റെ ആത്മാവിനെ കുറിച്ചും ആ ശക്തിയെ കുറിച്ചും പറഞ്ഞപ്പോൾ എന്റെ ബെഞ്ചിന്റെ പെയിൻ ദൈവം എടുത്തു കളഞ്ഞെന്ന് പറയുന്ന ഒരു അഭിഷേകത്തിലേക്ക് നിങ്ങൾ ആത്മാവിൽ ഇറങ്ങുമോ? as the sister said in testimony, when I spoke about the Holy ആരും Spirit അടുക്കലില്ലെങ്കിലും power, tomorrow, ആരും അടുക്കലില്ലെങ്കിലും even if nobody is there with you, ഹോസ്പിറ്റലിൽ പോകാൻ പോലും നിവർത്തിയില്ലെങ്കിലും and even if you don't have the time to go to the നിന്റെ hospital, വീട്ടിൽ ഈ ശക്തി ഉണ്ടെങ്കിൽ if your house has the Holy Spirit നിന്റെ power, പ്രശ്നത്തിന് പരിഹാരം വരുവാ. and that power can give you the എന്റെ solution, യേശു ഇറങ്ങി വരൂ. and Jesus can give you the. ഒന്നുകൂടെ കരങ്ങൾ തട്ടി Let us clap your hands. Worship the Lord. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും നന്ദി വന്ദനങ്ങൾ. കർത്താവ് സഹായിക്കട്ടെ. I thank everyone and may the Lord bless all of us.